ധനം ഒഴുകി വരും. ഇതൊന്ന് ചെയ്തു നോക്കൂ. വീടിൻ്റെ വടക്ക് ഭാഗം കുബേരസ്ഥാനമായി കരുതുന്നു നമ്മൾ. അതിനാൽ ഇവിടെ എപ്പോഴും ശുദ്ധവായുവും സൂര്യപ്രകാശവും കടക്കുന്നവണ്ണം ജനാലകളും മറ്റും ഉണ്ടായിരിക്കണം. അവിടെ എപ്പോഴും പൊടിയും മാറാലയും ഒക്കെ അടിച്ചു വാരി എപ്പോഴും വൃത്തിയാക്കി വയ്ക്കണം. സാധനങ്ങൾ ഒന്നും നിറച്ച് വയ്ക്കാൻ പാടില്ല. അവിടെ വാട്ടർ ടാങ്ക് മുതലായുള്ള ഘനമുള്ള വസ്തുക്കളൊന്നും അവിടെ വയ്ക്കാൻ പാടില്ല. വീട്ടിൽ ഐശ്വര്യവും ധനവും നിറയാനായി നമുക്കൊരു പ്രത്യേകമായുള്ളൊരു കാര്യം ചെയ്യാം. അതെന്താണെന്ന് നോക്കാം. രാവിലെ എണീറ്റ് കുളിച്ച്, അത് സാധിക്കില്ലെങ്കിൽ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കാലും മുഖവും കഴുകി ചെവി രണ്ടിലും വെള്ളം തൊട്ട് ശുദ്ധിയാക്കി, അതിന് ശേഷം സ്ത്രീകളെ അടുക്കളയിൽ പാചകം ചെയ്യാൻ കയറുന്നതിന് മുൻപായിട്ട്, പാചകം ഒക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ട് പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ ചെയ്യാം. സ്ത്രീകൾക്ക് അശുദ്ധിയൊന്നുമില്ലെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് വിറകടുപ്പാണെങ്കിൽ ഉണ്ടെങ്കിൽ, വെളിയിൽ വർക്കേരിയയും വിറകടുപ്പുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വിറകടുപ്പിൽ വടക്ക് ഭാഗത്തായിരിക്കണം. വിറകടുപ്പിൽ ഉള്ളിൽ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അടുക്കയായിട്ട് വടക്ക് വശത്തായിട്ട് ചെയ്യാം. ഇതിൽ ഒരു ചെറിയ മൺവിളക്ക്, ചെറിയൊരു മൺവിളക്ക് വേണം. അതും കത്തിച്ച് വെച്ച് അതിൽ അതിൻ്റെ അടുക്കയായിട്ട് ഒരു ചിരട്ട എടുത്തിട്ട്, അപ്പോൾ വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് ചിരട്ട അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. ശുദ്ധിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് അടുപ്പ് വൃത്തിയാക്കിയിട്ട് അതിനകത്ത് വെച്ച് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ശുദ്ധമായിട്ട് മീനും മത്സ്യമാംസങ്ങളൊന്നും വയ്ക്കാത്തൊരു പാത്രം അതെടുത്തിട്ട് അതിൻ്റെ അകത്തായിട്ട് ഒരു ചിരട്ട വയ്ക്കാം. എന്നിട്ട് അതിൽ ഒരു സ്പൂൺ വേണ്ട, ഒരു അര സ്പൂൺ നെയ്യായാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം മാതിരി അത്രയും നെയ്യ് ഒഴിക്കണം അതിൽ. എന്നിട്ട് അതിൽ കുറച്ച് ഏറെ കത്തത്തക്കവണ്ണമുള്ള കുറച്ച് തിരികൾ, അതിന് എണ്ണ ഒന്നുമില്ല, ആ തിരി എടുത്തിട്ട് അതിൽ നല്ലപോലെ നെയ്യിൽ മുക്കി വയ്ക്കണം. പിന്നെ ആ മൺവിളക്കിൽ തിരിയിട്ട് കത്തിക്കാനായിട്ട് വയ്ക്കണം. അതിനുശേഷം ആദ്യം മൺവിളക്ക് കത്തിക്കണം. കത്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്ന ചിരട്ടയിലുള്ള ഇത് നെയ്യ് പുരട്ടിയിട്ടുള്ള തിരി എടുത്ത് കത്തിക്കണം. കത്തിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു ചെറിയ കഷ്ണം തേങ്ങ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെറിയ കഷ്ണം, എത്ര വലുതോ ചെറുതോ അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം തേങ്ങയും അത് ആദ്യം വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച്, ഗണപതിയെയും കുബേരനെയും എല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് വിളക്ക് കത്തിച്ച്, അതിന് ശേഷം നെയ്യിരിക്കുന്ന ആ ചിരട്ടയിൽ, നെയ്യ് വെച്ചിട്ടുള്ള ചിരട്ടയിൽ തിരി എടുത്തിട്ട് അതും കത്തിക്കണം. ചിരട്ടയ്ക്കകത്തുള്ള തിരി കത്തിക്കണം. കത്തിച്ച് കഴിയുമ്പോൾ അത് കത്തി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കഷ്ണം തേങ്ങ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം. അതാണ് യാത്ര ദിവസത്തിൽ അതൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചാൽ മതി, അതും കത്തി പിടിച്ചോളും. അങ്ങനെ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാന് ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം കുബേരനോട് നമ്മൾ സമ്പത്തും സമൃദ്ധിയും തരുന്നതിനായി അപേക്ഷിക്കണം. കൈകൂപ്പി കണ്ണടച്ച് കുറച്ച് നേരം നമ്മൾ അത് അപേക്ഷിക്കണം. അപേക്ഷിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് അത് കത്തി തീർന്നോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രഭാത കാര്യങ്ങളും പാചകങ്ങളും എല്ലാം തുടങ്ങാം. എന്നും നിങ്ങൾ ഇതിപ്പോൾ ഒരു 7 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള ഫലം കിട്ടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ശുദ്ധവൃത്തിയോടെ അത് ചെയ്താൽ തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു ഫലം കിട്ടും. വേണ്ടതെന്ന് വെച്ചാൽ ആ മാർഗ്ഗങ്ങളെല്ലാം നിങ്ങൾക്ക് തെളിഞ്ഞു വരും. നിങ്ങൾ ചെയ്യണമെങ്കിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. മേൽക്കുമേൽ ഐശ്വര്യം വന്നുകൊണ്ടിരിക്കും. ധനം എവിടെ നിന്നൊക്കെയാണ് ഒഴുകി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ധനം നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഒരു ധനത്തിന് ഒരു വിഷമവും ഉണ്ടാകത്തില്ല, ഒരു കുറവും ഉണ്ടാകത്തില്ല. ധനത്തിൻ്റെ ലോകത്തുള്ള എല്ലാ ധനത്തിൻ്റെയും രത്നങ്ങളുടെയും എല്ലാ നിധികളുടെയും എല്ലാം അധിപതിയായ കുബേരദേവനെയാണ്
നമ്മൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.